സൈബർ ആക്രമണങ്ങൾ ഇങ്ങനെ ഒരു വശത്ത് നടക്കുമ്പോൾ മറ്റൊരു കൂട്ടർ സൈബർ തട്ടിപ്പിനുള്ള ശ്രമത്തിലാണ്. കൊല്ലത്ത് വെർച്വൽ അറസ്റ്റ് എന്ന വ്യാജേന പണം തട്ടാൻ ശ്രമിച്ച തട്ടിപ്പ് സംഘത്തെ അഭിഭാഷക ഏതായാലും പൊളിച്ചടുക്കിയിരിക്കുകയാണ്. ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യയിലെ ഉദ്യോഗസ്ഥരെന്ന് പരിചയപ്പെടുത്തിയായിരുന്നു കൊല്ലം മയ്യനാട് സ്വദേശിയായ മുൻ അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടറായ ഷറഫനീസ ബീഗത്തെ സമീപിച്ചത്. മലയാളത്തിലായിരുന്നു തട്ടിപ്പുകാർ സംസാരിച്ചത്. ബാക്കി സംഭവം ഏതായാലും ഷറഫനീസ ബീഗം തന്നെ പറയും. I'll provide for this relevant information, this mobile number. You can note it down, and I'll transfer your call 20 to 30 seconds after Mumbai Tilaknagar police station. After connecting call, you make a online cross report. Okay? Okay. ഇപ്പോൾ കേട്ടില്ലേ, ഇത് ഇപ്പോൾ ഈ കാലത്ത് നാട്ടിൽ നടക്കുന്ന വെർച്വൽ അറസ്റ്റിൻ്റെ ഒരു ഭാഗമാണ് നമ്മൾ കേട്ടത്. കൊല്ലത്ത് ഒരു അഭിഭാഷികയായ ഷറഫുനിസ മേഡത്തിനെയാണ് കഴിഞ്ഞ ദിവസം പറ്റിക്കാനായിട്ട് ഒരു വെർച്വൽ അറസ്റ്റിൻ്റെ കോൾ വന്നത്. ആ കോളിന് ശേഷമുണ്ടായ കാര്യങ്ങൾ അഭിഭാഷികയായ ഷറഫുനിസ തന്നെ നമ്മളുമായി പങ്കുവയ്ക്കും. വിളിച്ചയാൾ എനിക്ക് മലയാളിയാണെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം അയാൾ നല്ലപോലെ മലയാളം പറഞ്ഞു. കുറേ കാര്യങ്ങൾ അയാൾ ഇംഗ്ലീഷിൽ തന്നെ പറഞ്ഞു. ഇത് ഞാൻ അവിടെ വരണം, എൻ്റെ മൊബൈൽ നമ്പർ, എൻ്റെ ആധാർ ഉപയോഗിച്ച് അവിടെ ഒരാൾ മൊബൈൽ എടുത്തിട്ട് സിം എടുത്ത കടയിൽ നമ്പരൊക്കെ പറഞ്ഞവർ സിം എടുത്തിട്ട് ആ സിം ഉപയോഗിച്ച് പലരിടത്തു നിന്നും പിന്നെ സാമ്പത്തിക തട്ടിപ്പ് നടത്തുന്നുണ്ട്, അശ്ലീല സന്ദേശങ്ങളൊക്കെ അയക്കുന്നുണ്ട്. അങ്ങനെ 17 കംപ്ലയിൻറ്റ് മുംബൈ ചിരക് നഗർ പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻ്റ് ഉണ്ട്. അതിനൊരു കേസ് എൻ്റെ പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇത്തരം കുരുക്കുകളിൽ വരുന്ന കോളുകൾ വരുന്ന വീട്ടമ്മമാരോട് അല്ലെങ്കിൽ ആളുകളോട് മാഡത്തിൻ്റെ ഒരു അനുഭവത്തിൽ അവരോട് പറയാനുള്ള കാര്യങ്ങൾ, നമുക്ക് ഇത് ഫേക്ക് ആളാണെന്ന് മനസ്സിലായ ഉടനെ നമ്മളെ കുറിച്ചുള്ള അറസ്റ്റ് ചെയ്യാൻ ആർക്കും പറ്റത്തില്ല. ഫോണിൽ കൂടെ നമ്മളെ ആർക്കും അറസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അറസ്റ്റ് ചെയ്യണമെങ്കിൽ നേരിട്ട് വന്നാലേ അറസ്റ്റ് ചെയ്യാൻ പറ്റൂ. അല്ലാതെ ഫോണിൽ കൂടെ അറസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇയാൾ വെച്ചിട്ട് പോകണമെന്ന് പറഞ്ഞിട്ട് കട്ട് ചെയ്തിട്ട് പോകണം, അത്രേ ഉള്ളൂ. ഈ തൻ്റെ ഇടവും ഈ ആത്മവിശ്വാസവും നിങ്ങൾക്കും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾക്കും ഉണ്ടെങ്കിൽ ഇത്തരം വെർച്വൽ അറസ്റ്റുകളെ നമുക്ക് നേരിടാൻ പറ്റുന്നതാണ്. ഒരു കാര്യം, ഇത്തരം വെർച്വൽ അറസ്റ്റുകൾ ഉണ്ടാകില്ല എന്നാണ് പോലീസ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഉടൻ തന്നെ പോലീസിൽ അറിയിക്കുകയും വേണം. വീഡിയോ ജേർണലിസ്റ്റ് എസ് അബൂ താഹിറിനൊപ്പം റിപ്പോർട്ടർ ദിലീപ് ദസ്യ, ഇൻ റിപ്പോർട്ടർ, കൊല്ലം. തീർച്ചയായും അങ്ങനെ പറ്റിക്കപ്പെടാൻ നിന്ന് കൊടുക്കരുതെന്നാണ്. ഒരു വെർച്വൽ അറസ്റ്റ് ഒരിക്കലും സംഭവിക്കുന്നതല്ല. നമ്മളെ കേസിൽ കുടുക്കി എന്നൊക്കെ പറഞ്ഞു വിളിക്കുമ്പോൾ നീ ആരടാ എന്ന് തന്നെ ചോദിക്കാനുള്ള ധൈര്യം നമ്മൾ കാണിക്കുക എന്നാണ്. അത്തരത്തിൽ തട്ടിപ്പിനിരയായി എന്ന് ഏതെങ്കിലും തരത്തിൽ ബോധ്യമുണ്ടെങ്കിൽ ഉടൻ തന്നെ പോലീസിനെ വിവരം അറിയിക്കുകയും തുടർ നിയമ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുക.